ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദൂതറിയിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടി സമാഗതം ആയിരിക്കുകയാണ്. മഹാവേലിക്കര മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ജേർണി ടു ദ മേഞ്ചർ എന്ന ധ്യാന പരമ്പരയുടെ ഭാഗമാകുവാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? 3 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഭയപ്പാടുകളുടെ മധ്യത്തിൽ മഹാസന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ക്രിസ്മസ്. ഭയപ്പാടുകളുടെ മധ്യത്തിൽ മഹാസന്തോഷം നൽകുന്ന ഒരനുഭവമാണ് ക്രിസ്മസ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പലതരത്തിൽ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും മധ്യത്തിലൂടെയാണ് മാനവജാതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഭയത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരാൾ, ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ അനുഭവം. രണ്ടാമതായി, മനുഷ്യരോട് കൂടെ കൂടാരവാസിയായി തീർന്ന ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. മനുഷ്യരോട് കൂടെ കൂടാരവാസിയായി തീർന്ന ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. മനുഷ്യരോടൊത്ത് ഈ മണ്ണിൽ കൂടാരമടിച്ച ദൈവത്തിന്റെ കാരുണ്യമാണ് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. അധർമ്മം പെരുകിയ ലോകത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ക്രിസ്തു ജഡാവതാരം ചെയ്തത്. ഇന്ന് നമ്മോട് കൂടെ വസിക്കുന്നത്. നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും ഏത് ആവശ്യങ്ങളുടെ മധ്യത്തിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന വാഗ്ദത്തം ആണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ജീവിത പ്രതിസന്ധിയിൽ നിന്റെ ദൈവം എവിടെ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം കൂടിയാണ് ക്രിസ്മസ്. നാം എല്ലാവരും കൂടാരവാസികളാണ്. ജീവിതം ഒരു കൂടാരവാസം ആണെങ്കിലും ദൈവം നമ്മോടൊപ്പം കൂടെ പാർക്കുന്ന എന്നുള്ളതാണ് ഈ കൂടാരവാസത്തെ അനുഗ്രഹമാക്കുന്നത്. മൂന്നാമതായി, ക്രിസ്മസിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം തമസിന്റെ ശക്തിയുടെ മേൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം. തമസിന്റെ ശക്തിയുടെ മേൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം. സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെ ഉയരുന്ന നിരവധി ചോദ്യങ്ങൾ നാം ഉത്തരം കണ്ടെത്തുന്നത് ക്രിസ്മസ് തരുന്ന സന്ദേശത്തിലൂടെയാണ്. കാലിത്തൊഴുത്തിലെ രക്ഷകൻ എന്നത് എല്ലാം നഷ്ടപ്പെട്ടവന്റെ മുന്നേറുവാനുള്ള സാധ്യതയാണ്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു അന്ധകാര ശക്തിയുടെ മേൽ പ്രകാശം പരത്തുന്ന ദിവ്യ ജ്യോതിസിന്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം. പ്രിയമുള്ളവരെ, ഇരുളിന്റെ ശക്തികൾ അരങ്ങു വാഴുന്ന കാലഘട്ടത്തിൽ വെളിച്ചത്തിന്റെ വാഹകരായി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ തിന്മയോട് പ്രതിരോധം തീർത്ത് ദൈവരാജ കെട്ടുപണിയിൽ പങ്കാളികളായി തീർന്ന് ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.